ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലുള്ള തിയറി പാർട്സൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തിയറീസൊക്കെ വരുന്ന രീതിയിലുള്ളൊരു പ്രോബ്ലം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. നമുക്ക് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. MRV 4,20,000, FRV 3,60,000, SRV 4,40,000, actual rent 40,000 per month, then unrealized rent 1 month, vacancy 2 month, municipal tax paid by the owner 12,000, municipal tax paid by the tenant 30,000, interest on loan 60,000. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തരും: മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദി ഓണറും തരും, മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദി ടെനൻറ്റും തരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദി ഓണർ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടതുള്ളൂ. ടെനൻറ്റ് പേ ചെയ്ത മുനിസിപ്പൽ ടാക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. മുനിസിപ്പൽ ടാക്സ് നമ്മൾ GAVന്ന് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ അത് ആര് പേ ചെയ്തായിരിക്കണം? ഓണർ പേ ചെയ്തായിരിക്കണം. ടെനൻറ്റ് പേ ചെയ്തതാണെന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങളത് എടുക്കാൻ പാടില്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ അൺറിയലൈസ്ഡ് റെൻറ്റ് പറയുന്നുണ്ട്, വേക്കൻസി പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇത് വരുമ്പം എങ്ങനെയാണ് നമ്മൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ ചെയ്യുക? MRVയും FRVയും കമ്പയർ ചെയ്യണം അല്ലേ. MRV എത്രയാണ്? 4,20,000, FRV 3,60,000. എന്നിട്ട് നമ്മൾ ഏതാണ് എടുക്കേണ്ടത്? ഹയസ്റ്റ് ഫിഗറിലേ എടുക്കേണ്ടത്. ഓക്കെ, ഇത് രണ്ടും കമ്പയർ ചെയ്തു. ഹയസ്റ്റ് ഫിഗർ എത്രയാണ്? 4,20,000 അല്ലേ. ഇനി ഈ 4,20,000 നമ്മൾ ഏതുമായിട്ട് കമ്പയർ ചെയ്യണം? 4,40,000 കമ്പയർ ചെയ്യണം. എന്നിട്ട് ഏതാണ് എടുക്കേണ്ടത്? ചെറിയ വാല്യൂ ആണ് എടുക്കേണ്ടത് അല്ലേ. അപ്പം ഇവിടെ 4,40,000 ഉണ്ട്, 4,20,000 ഉണ്ട്. ചെറിയ വാല്യൂ ഏതാണ്? 4,20,000. ഇതിനെ നമ്മൾ എന്തായിരുന്നു അറിയപ്പെട്ടിരുന്നത്? എക്സ്പെക്റ്റഡ് റെൻ്റ് എന്നാണ്. ഇനി ഈ എക്സ്പെക്റ്റഡ് റെൻറ്റിനെയാണ് നമ്മൾ എന്തുമായിട്ട് കമ്പയർ ചെയ്യേണ്ടത്? ആക്ച്വൽ റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യേണ്ടത് ആണല്ലോ. അപ്പോൾ ആക്ച്വൽ റെൻറ്റ് 40,000 പെർ മന്ത് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ആക്ച്വൽ റെൻറ്റ് 40,000 പെർ മന്ത് ആണെന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ എന്തും പറയുന്നുണ്ട്? 2 മാസം ഹൗസ് വേക്കൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ 2 മാസം നമുക്ക് റെൻറ്റ് നമുക്ക് നഷ്ടമല്ലേ. അപ്പം ഈ വേക്കൻസി വരുന്ന സമയത്ത് നമ്മൾ ആക്ച്വൽ റെൻറ്റായിട്ട് എന്തായാലും എടുക്കേണ്ടത്? എത്ര മാസമാണോ ഹൗസ് ഒക്യുപ്പൈഡ് ആയിട്ടുള്ളത് അത്ര മാസം റെൻറ്റ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടേ. അപ്പം ഇവിടെ 2 മാസം വേക്കൻ്റ് ആണ്. അപ്പം 10 മാസമാണ് ഹൗസ് ഒക്യുപ്പൈഡ് ആയിട്ടുള്ളത്. അപ്പോൾ 40,000 ഇൻറ്റു 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 lakh. 4 lakh ആണ്. യെസ്. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണ്? എക്സ്പെക്റ്റഡ് റെൻറ്റ് 4,20,000 കിട്ടി, ആക്ച്വൽ റെൻറ്റ് 4 lakh കിട്ടി. ഇത് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമ്മൾ എന്തെടുക്കണം എന്നാണ് പറഞ്ഞത്? വലുതെടുക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, വേക്കൻസി വന്നത് കൊണ്ടാണ് നിങ്ങളുടെ ആക്ച്വൽ റെൻറ്റ് കുറഞ്ഞു പോയത് എങ്കിൽ നിങ്ങൾ GAV ആയിട്ട് എന്ത് തന്നെ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്? ആക്ച്വൽ റെൻറ്റ് തന്നെ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ കൃത്യമായിട്ട് കാണണേ. അതായത് ഇവിടെ 4 ലക്ഷം ആക്ച്വൽ റെൻറ്റ് വന്നത് എന്തുകൊണ്ടാണ്? 2 മാസം വേക്കൻ്റ് ആയതുകൊണ്ടാണ് ആക്ച്വൽ റെൻറ്റ് അത്രയും കുറഞ്ഞു പോയത്. അല്ലെങ്കിൽ എന്തായിരുന്നു? ആക്ച്വൽ റെൻറ്റ് എക്സ്പെക്റ്റഡ് റെൻറ്റിനെക്കാട്ടും കൂടുമായിരുന്നു ആണല്ലോ. അപ്പം ഈ കേസിൽ നമ്മൾ എക്സ്പെക്റ്റഡ് റെൻറ്റിനെ അല്ല GAV ആയിട്ട് എടുക്കേണ്ടത്. പകരം എന്തിനാണ് GAV ആയിട്ട് എടുക്കേണ്ടത്? ആക്ച്വൽ റെൻറ്റായ 4 ലക്ഷത്തിനെ തന്നെയാണ് നമ്മൾ എന്തായാലും എടുക്കേണ്ടത്? GAV ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിൽ വേക്കൻസി തന്നു കഴിഞ്ഞാൽ നിങ്ങളതിനെ ആസ് യൂഷ്വൽ സാധാരണ ചെയ്ത പോലെ ചെയ്ത് വിടരുത്. കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയുകയാണ്. വേക്കൻസി കാരണമാണ് നിങ്ങളുടെ ആക്ച്വൽ റെൻറ്റ് കുറഞ്ഞു പോയത് എങ്കിൽ എക്സ്പെക്റ്റഡ് റെൻറ്റിനെ കമ്പയർ ചെയ്യുമ്പം നിങ്ങൾ GAV ആയിട്ട് എന്തിനെ തന്നെ എടുക്കണം? ആക്ച്വൽ റെൻറ്റിനെ തന്നെ എടുക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ആസ് യൂഷ്വൽ സാധാരണ പോലെ തന്നെ നമുക്ക് പോകാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമ്മൾ GAV ആയിട്ട് നമുക്ക് എത്ര കിട്ടി? 4 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് അല്ലേ. യെസ്, 4 ലക്ഷം രൂപ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്ത് പറയുന്നുണ്ട്? അൺറിയലൈസ്ഡ് റെൻറ്റ് പറയുന്നുണ്ട്. എത്ര അൺറിയലൈസ്ഡ് റെൻറ്റ്? 1 മാസത്തെ റെൻറ്റ് എന്താണ്? അൺറിയലൈസ്ഡ് റെൻറ്റാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യണം? GAVയിൽ നിന്ന് മൈനസ് ചെയ്യണം. ലെസ് അൺറിയലൈസ്ഡ് റെൻറ്റ് 1 month 40,000 ലെസ് മുനിസിപ്പൽ ടാക്സ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദി ഓണർ ഉണ്ട്, ടെനൻറ്റും ഉണ്ട്. നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ എന്താണ് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഏത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ? ഓണർ പേ ചെയ്ത
മുനിസിപ്പൽ ടാക്സ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പം 12,000. അപ്പോൾ അത് GAVയിൽ നിന്ന് അൺറിയലൈസ്ഡ് റെൻറ്റും മുനിസിപ്പൽ ടാക്സും ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? NAV കിട്ടും. ദാറ്റ് ഈസ് നെറ്റ് ആനുവൽ വാല്യൂ. അതിൽ നമുക്ക് 2 ഡിഡക്ഷൻസാണുള്ളത്. സെക്ഷൻ 24 പ്രകാരം അല്ലേ, 24A പ്രകാരം NAVയുടെ 30%. അപ്പോൾ ഇവിടെ NAV നമ്മൾ കണ്ടിട്ടുണ്ട് 3,48,000. അതിൻ്റെ 30/100 ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1,04,400 രൂപ കിട്ടും. അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ദെൻ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തും തരുന്നുണ്ട്? ലോൺ എടുത്തതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ എത്ര രൂപ പേ ചെയ്യുന്നുണ്ട്? 60,000 രൂപ പേ ചെയ്യുന്നുണ്ട്. അപ്പം 24B പ്രകാരം നമുക്ക് ആ ഹോം ലോൺ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? ലെസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഫൈനലി നമുക്ക് കിട്ടുന്ന ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 1,83,600. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ രണ്ടും ഉണ്ട്, വേക്കൻസി ഉണ്ട്, അൺറിയലൈസ്ഡ് റെൻറ്റും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും വരുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവാൻ പാടില്ല. വേക്കൻസി വരുമ്പം അതിൻ്റെതായ രീതിയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ.